ഇന്ത്യ പാക് യുദ്ധങ്ങൾക്ക് സ്വാതന്ത്ര്യകാലത്തോളം ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യം നേടിയ ശേഷം വിഭജിക്കപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീരിന്റെ പേരിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പലപ്പോഴും യുദ്ധത്തിലേക്കും യുദ്ധസമാന സാഹചര്യത്തിലേക്കും വഴിയൊരുങ്ങി. സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷങ്ങൾക്കിപ്പുറവും ഈ സ്പർദ്ധ തുടരുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടു രാഷ്ട്രങ്ങളായ അതേ വർഷം തന്നെ 1947-48 കശ്മീരുമായി ബന്ധപ്പെട്ട തർക്കം യുദ്ധത്തിലെത്തി. തുടർന്ന് 1949 കറാച്ചി കരാറിലൂടെ 830 മീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി രേഖ നിശ്ചയിക്കപ്പെട്ടു. 1965 വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പേരിട്ട് പാകിസ്ഥാൻ ആരംഭിച്ച ആക്രമണം 17 ദിവസം നീണ്ടുനിന്നു. തുടർന്ന് സോവിയറ്റ് യൂണിയൻ, US എന്നിവരുടെ ഇടപെടലിൽ UN സുരക്ഷാ കൗൺസിൽ ഇടപെട്ട് താഷ്കന്റ് കരാർ നടപ്പിലാക്കി. യുദ്ധം അവസാനിച്ചെങ്കിലും ഈ പ്രദേശത്തെ സംഘർഷത്തിന് കാര്യമായ അയവുണ്ടായില്ല. 6 വർഷങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ യുദ്ധം, ഇന്നത്തെ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന കിഴക്കൻ പാകിസ്ഥാൻ വിമോചനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ യുദ്ധം. 1971 ഡിസംബർ 3 ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ എന്ന് പേരിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ മേഖലയിൽ ആക്രമണം നടത്തി. 13 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങി. തുടർന്ന് സിംല കരാറിൽ ഒപ്പുവെച്ചു. സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനും ലൈൻ ഓഫ് കൺട്രോൾ അംഗീകരിക്കുന്നതിനും ഈ കരാർ വഴിയൊരുങ്ങി. സിംല കരാറിന് 27 വർഷത്തിനു ശേഷമാണ് 1999 കാർഗിൽ യുദ്ധം എന്നറിയപ്പെട്ട 4ാമത്തെ യുദ്ധം. സിംല കരാർ പ്രകാരമുള്ള നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയിലേക്ക് കടന്നതാണ് യുദ്ധത്തിന് കാരണമായത്. പാകിസ്ഥാൻ കടന്നുകയറിയ ഇന്ത്യൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതോടെ യുദ്ധം അവസാനിച്ചു. കാർഗിൽ യുദ്ധത്തിന് ശേഷം വീണ്ടും അതിശക്തമായ ആക്രമണവും തിരിച്ചടിയും ഉണ്ടാകുന്നത് 2016 2016 സെപ്റ്റംബറിൽ ജമ്മു കശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണമുണ്ടായി. 17 സൈനികരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന കനത്ത പ്രഹരമാണ് ഇതിന് ഇന്ത്യ നൽകിയ മറുപടി. ഉറി ആക്രമണത്തിന് 3 വർഷത്തിന് ശേഷം പുൽവാമയിൽ നടത്തിയ ഭീകരാക്രമണം വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സങ്കീർണമാക്കി. 2019 ഫെബ്രുവരിയിലെ പുൽവാമയിലെ ആക്രമണത്തിൽ 44 CRPF സൈനികരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇതിന് തിരിച്ചടിയായി ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിലേക്ക് വ്യോമാക്രമണം നടത്തി ഇന്ത്യ പകരം വീട്ടി. ലഡാക്കിലേക്കുള്ള ടണൽ നിർമ്മാണം നടന്നിരുന്ന പ്രദേശത്ത് 2024 ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫണ്ട് ഏറ്റെടുത്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലും ഈ സംഘടനയുണ്ടെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈരം അയവില്ലാതെ തുടരുകയാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യയും. ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലെങ്കിലും ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത തുടരുക തന്നെ ചെയ്യും.